സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ സപ്ലൈകോ ഹോം ഡെലിവറി പദ്ധതി എങ്ങും എത്തിയില്ല. 2 വർഷം മുൻപ് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി ആരംഭിച്ച ഔട്ട്ലെറ്റുകളിൽ പോലും ഹോം ഡെലിവറിയുടെ പ്രവർത്തനം നിലച്ചു. സാധനങ്ങൾ ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തയ്യാറാക്കിയ ആപ്പും പ്രവർത്തനരഹിതമായിട്ട് കാലങ്ങളായി. സപ്ലൈകോയിൽ വിവാദങ്ങൾ ഒഴിഞ്ഞിട്ട് നേരമില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓരോ ദിവസം കഴിയുന്തോറും ഉണ്ടാകുന്ന വിവാദങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. എന്നാൽ 2 വർഷം മുമ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപ്പിലാക്കിയ വിപ്ലവകരമായ ഒരു പദ്ധതി വൻ പരാജയമായത് ആരും ശ്രദ്ധിച്ചില്ല. വീട്ടിലിരുന്ന് ഓർഡർ ചെയ്താൽ മതി, സപ്ലൈകോ സാധനങ്ങൾ വീട്ടുപടിക്കലെത്തുമെന്നായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ വാഗ്ദാനം. 2021 തൃശൂർ ജില്ലയിലായിരുന്നു പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. ആദ്യഘട്ടം പരീക്ഷണാടിസ്ഥാനത്തിൽ ജില്ലയിലെ 3 ഔട്ട്ലെറ്റുകളുടെ ഭാഗമായാണ് ഹോം ഡെലിവറി സംവിധാനം ഒരുക്കിയത്. പൊതുജനങ്ങൾക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതിനായി സപ്ലൈ കേരള എന്ന പേരിൽ ആപ്പും സജ്ജമാക്കിയിരുന്നു. എന്നാൽ പദ്ധതിയുടെ നിലവിലെ സ്ഥിതി എന്താണെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് തന്നെ ധാരണയില്ല. 2021 ജനുവരിയിൽ എല്ലാ കോർപ്പറേഷൻ കേന്ദ്രങ്ങളിലും മാർച്ച് മാസത്തോടെ സംസ്ഥാന വ്യാപകമായും പദ്ധതി നടപ്പിലാക്കുമെന്നായിരുന്നു സർക്കാരിൻ്റെ ഉറപ്പ്. എന്നാൽ വാഗ്ദാനങ്ങളൊന്നും നടന്നില്ല. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഇടങ്ങളിലും സേവനം നിലച്ചു. നല്ലതായിരുന്നു. ഇപ്പം എന്നെപ്പോലെ നടക്കാൻ പറ്റുന്നവർ പോയി വാങ്ങിക്കാൻ കഴിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. അവർക്കത് എത്തിച്ചിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. സാധാരണക്കാർ എങ്ങനെ ബുദ്ധിമുട്ടിക്കാവോ അതൊക്കെ ഈ വഴി ചെയ്യുന്നുണ്ട്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ മിതമായ നിരക്കിൽ ഹോം ഡെലിവറി എന്നായിരുന്നു സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഒന്നും നടന്നില്ല. സപ്ലൈ കേരള ആപ്പ് പ്ലേ സ്റ്റോറിൽ തിരഞ്ഞാൽ പലപ്പോഴും ലഭ്യമല്ല. ഡൗൺലോഡ് ചെയ്താൽ തന്നെ ആപ്പ് പ്രവർത്തനരഹിതമാണ്. തൃശ്ശൂരിൽ ഓർഡർ ലഭിച്ചാൽ സാധനങ്ങൾ ലഭ്യമാക്കുമെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വാദം. എന്നാൽ ഓർഡർ ചെയ്യാനുള്ള ആപ്പ് തന്നെ പ്രവർത്തനരഹിതമാണ്. സംസ്ഥാനത്തെ 100 കണക്കിന് വരുന്ന സപ്ലൈകോ കേന്ദ്രങ്ങളിൽ പദ്ധതി നടപ്പിലാക്കിയിരുന്നെങ്കിൽ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ചൊരു സർക്കാർ സംവിധാനമായി അത് മാറിയേനെ. 10,000ങ്ങൾക്ക് ഗുണകരമായേനെ. സാമ്പത്തിക പ്രതിസന്ധിയിൽ കുടുങ്ങിക്കിടക്കുന്ന സർക്കാർ പദ്ധതി കൈയൊഴിഞ്ഞ മട്ടാണ്. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സപ്ലൈകോയെ സാമ്പത്തിക പ്രതിസന്ധി വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. സപ്ലൈകോ ഹോം ഡെലിവറി പദ്ധതി പ്രഖ്യാപനം നടത്തിയെന്നല്ലാതെ വീടുകളിൽ സാധനങ്ങൾ എത്തിയില്ല എന്ന് പൊതുജനങ്ങൾ പറയുന്നു. വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിച്ചില്ലെങ്കിലും സപ്ലൈകോയിലെങ്കിലും അവശ്യ സാധനങ്ങൾ എത്തിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. പ്രതികരണങ്ങളിലേക്ക്. സപ്ലൈകോയുടെ ആ പദ്ധതി മാത്രമല്ല, ഇപ്പോൾ സപ്ലൈകോയിൽ നമുക്ക് അത്യാവശ്യം വേണ്ട പല സാധനങ്ങളും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ വൃദ്ധർക്ക് വേണ്ടി വീട്ടിലെത്തിക്കുക? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കൊണ്ടുവരാൻ അവരെ കൊണ്ട് കഴിയില്ല. സാമ്പത്തികമായിട്ട് അവർ ബാക്കിലോട്ടിലേ ഉള്ളത്. എവിടുന്ന് എടുത്ത് വെക്കേണ്ട? കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തിട്ട് പിന്നെ അവർ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവരെന്താ ചെയ്യുന്നത്? ഇവരെ ആഡംബരം കൃത്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും. സാധാരണക്കാരനൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഉള്ളത് സപ്ലൈകോയുടെ പോക്ക് കാണുമ്പോൾ ഒരു ശരിയായ രീതിയല്ല. ഇപ്പോൾ ഉള്ളത് കാണുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ശരിയായ രീതിയാണ്. അവർ ഒരുപാട് സ്റ്റാഫിനെ വെക്കുന്നു, പക്ഷേ സ്റ്റാഫിന് ശമ്പളം കൊടുക്കാറുണ്ട്. പക്ഷേ സപ്ലൈകോ ഒരു സബ്സിഡി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയുന്നില്ല. നല്ലൊരു സേവനമാണ്, പക്ഷേ സാധനങ്ങളില്ല. അത്രയേ ഉള്ളൂ. സപ്ലൈകോയിലും എല്ലാ സാധനങ്ങൾക്കും നമ്മൾ പൊതുവെ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ്. അപ്പോഴത്തെ ഇപ്പോൾ ഞങ്ങളും സപ്ലൈകോ ആശ്രയിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. പൊതുവെ ഇപ്പോൾ സാധനങ്ങൾക്ക് വില കൂടി ചില സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴത്തേനും സാധാരണക്കാരായ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാവർക്കും ഇപ്പോൾ പോയി തന്നെ സാധനങ്ങൾ വാങ്ങാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോഴത്തേനും ഇമാതിരിയുള്ള ഐഡിയാസൊക്കെ കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലതാണ്. അത് പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് നല്ലത്.